ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ജോഗ്രഫി വിഭാഗത്തിൽ നിങ്ങൾക്ക് ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നുള്ള ചാപ്റ്റർ. ഇംഗ്ലീഷിലാണെങ്കിൽ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഓണപരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോയിന്റ് കീറി മുറിച്ച് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ഭാഗങ്ങളും പഠിച്ചു പോകാം. നോക്കിക്കോ, നമുക്ക് ആദ്യം തന്നെ ഈ ഭാഗത്ത് പരിചയപ്പെടാനുള്ളത് 2 കൺസെപ്റ്റുകളാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതാ 2 കൺസെപ്റ്റുകളിൽ ഒന്നാമത്തത് വെതർ എന്നുള്ള കൺസെപ്റ്റ്, അടുത്തായിട്ട് ക്ലൈമറ്റ് എന്നുള്ള കൺസെപ്റ്റ്. അതായത് ദിനാന്തരീക്ഷ സ്ഥിതിയും അതേപോലെ തന്നെ കാലാവസ്ഥയും. ഈ കൺസെപ്റ്റുകളാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിലൂടെ പരിചയപ്പെടാനുള്ളത്. ഓക്കെ, അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണോ ഈ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. സിമ്പിളി, ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുമ്പോൾ നമുക്ക് ചില സമയത്ത് രാവിലെ നല്ല തണുപ്പായിരിക്കും. ഓക്കെ, ഉച്ചയ്ക്കാകുന്ന സമയത്തോ അത് വെയിലായിട്ട് മാറാം, അല്ലെ. പിന്നീട് എന്ത് ചെയ്യും, രാത്രി ആകുമ്പോഴേക്കും അതിന് മഴയായിട്ട് മാറാം. അപ്പൊ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ അവസ്ഥ ഇങ്ങനെ മാറുകയാണ്, അല്ലെ. ആ അവസ്ഥ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഒരു ദിവസത്തെ കാര്യം നോക്കിയിട്ടല്ല നമ്മൾ കാലാവസ്ഥ എന്ന് വിളിക്കുക. നമ്മൾ കാലാവസ്ഥ എന്ന് വിളിക്കുന്നത് അത് തുടർച്ചയായിട്ട് നിശ്ചിത പീരീഡ് ഓഫ് ടൈം, ഓക്കെ, ആ രീതിയിൽ തുടർച്ചയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് എന്ത് വിളിക്കുകയുള്ളൂ, ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് വിളിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടാലും നമുക്ക് ചോദ്യങ്ങളായിട്ട് അങ്ങനെയും പ്രതീക്ഷിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഓരോന്നും എന്താണെന്ന് എടുത്ത് പരിശോധിക്കുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, ചില സമയത്ത് നമുക്ക് സണ്ണി സീസൺ ആയിരിക്കും, വെയിലായിരിക്കും, അല്ല. ചില സമയത്ത് അത് റെയിനി ആയിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ മഴയായിരിക്കും. ചില സമയത്ത് അത് കാറ്റായിരിക്കും, അല്ലെങ്കിൽ വിൻഡ് ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ അവസ്ഥ മാറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ കാര്യം നോക്കുന്ന സമയത്ത് അതൊരു ഹ്രസ്വകാലമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം കണ്ടീഷൻ ആണ് ഏത്, ദിനാന്തരീക്ഷ സ്ഥിതി. ഓക്കെ, എന്നാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയോ നിങ്ങൾ, ഒരു ലോങ് ടേം ആയിരിക്കും. അതായത് ഒരു 30 വർഷക്കാലത്തോളം തുടർച്ചയായിട്ട് നിൽക്കുന്ന ആ അവസ്ഥേനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കാലാവസ്ഥ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അപ്പൊ അതൊരു ദീർഘകാലത്തുള്ള അവസ്ഥയാന്ന് മനസ്സിലായല്ലോ, ദീർഘകാല ശരാശരിയാന്ന് മനസ്സിലായല്ലോ, ഒരു ഏവറേജാന്ന് മനസ്സിലായല്ലോ. ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, അടുത്തൊരു കാര്യം നോക്കിക്കോ, അതൊരു മേഖലാടിസ്ഥാനത്തുള്ള വിഭജനമായിരിക്കും, അല്ലെ, റീജിയണൽ പാറ്റേൺ ആയിരിക്കും. ഓക്കെ, ഓരോ പ്രദേശത്ത് ഓരോ കാലാവസ്ഥ ഉണ്ടാവുക, അങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനാണ്. ഓക്കെ, അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, പ്രോക്സിമിറ്റി ടു സീ ആണ്, അല്ലെങ്കിൽ സമുദ്ര സാമീപ്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത പോയിന്റ് ടോപ്പോഗ്രഫി ആണ്, അല്ലെങ്കിൽ ഭൂപ്രകൃതിയാന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം ഏതൊക്കെ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നത്, അത് കാലാവസ്ഥയുണ്ട്. അത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നാമത്തെ പോയിന്റ് എന്താ, അക്ഷാംശമാണ്, അതേപോലെ തന്നെ സമുദ്ര സാമീപ്യമാണ്, അതേപോലെ തന്നെ ഭൂപ്രകൃതിയാണ്. ഇംഗ്ലീഷിലാണെങ്കിലോ ലാറ്റിറ്റ്യൂഡ്, പ്രോക്സിമിറ്റി ടു സീ ആണ്, അതേപോലെ തന്നെ ടോപ്പോഗ്രഫി ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓർത്ത് വെച്ചോളണേ. ഓക്കെ, നെക്സ്റ്റ് ഈ ഭാഗത്ത് നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടാനുള്ളത് ചാപ്റ്ററിലെ അടുത്ത ഭാഗം ഇൻസുലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഇൻസുലേഷൻ തന്നെ അതിനെ വിളിക്കുക. ഇൻസുലേഷൻ എന്ന മലയാളത്തിൽ വിളിക്കും. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇൻ എന്നുള്ള ഭാഗം നിങ്ങൾ ആദ്യം കട്ട് ചെയ്യുന്നു, ഇൻ. ഓക്കെ, അടുത്തായിട്ട് സോൾ എന്നുള്ള കാര്യം അടുത്തായിട്ട് കട്ട് ചെയ്യുന്നു, സോൾ. ഓക്കെ, നെക്സ്റ്റ് ഏഷൻ എന്നുള്ള ഭാഗം അടുത്തായിട്ട് കട്ട് ചെയ്യുന്നു. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഇൻകമിങ് സോളാർ റേഡിയേഷൻ. ഓക്കെ, അതായത് സൂര്യനിൽ നിന്നുള്ള ആ റേഡിയേഷന്റെ ഇൻകമിങ് ഇല്ല, ആ വരവില്ലേ, ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കേണ്ടത്, അതാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കേണ്ടത്. ഇൻകമിങ് സോളാർ റേഡിയേഷൻ, ഇതിനാണ് എന്ത് വിളിക്കുക, ഇതിനാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്താന്ന് ചോദിക്കുക നിങ്ങൾ, ദ എമൗണ്ട് ഓഫ് സൺ റേസ് റീച്ചിങ് ദ എർത്ത്
സർഫേസ് ഈസ് കോൾഡ് ഇൻസലേഷൻ. അതായത് ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻസലേഷൻ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? ഇതാ സൂര്യപ്രകാശം ഇങ്ങോട്ടേക്ക് വരുന്നു, ആ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നുണ്ട്, ആ ഭൂമിയിൽ എത്തുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനെയാണ് എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ സൗരോർജ്ജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ പോയിന്റ് അല്ലേ? ഓക്കെ, ചോദിക്കാം കേട്ടോ. ഒരു വൺ വേർഡ് ആയിട്ടും അതേപോലെ തന്നെ എന്താണ് കാര്യം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് ഇത് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ത് മനസ്സിലാക്കി വെക്കുക? ഭൂമിയിലെത്തുന്ന സൂര്യന്റെ ആ ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ, അടുത്ത പോയിന്റ്. ഇതേപോലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് പരിചയപ്പെട്ടു പോകും. അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ? ഓക്കെ, അല്ലെങ്കിൽ അന്തരീക്ഷ താപ വിതരണത്തിനുള്ള വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ താപ വിതരണത്തിനുള്ള വ്യത്യസ്ത രീതികൾ അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ് ഫോർ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ മെത്തേഡിന്റെ പേരാണ് കണ്ടക്ഷൻ. എന്താണ്? കണ്ടക്ഷൻ എന്നുള്ള മെത്തേഡ്. അടുത്ത മെത്തേഡിന്റെ പേര് നോക്കിയേ, അതാണ് കൺവെക്ഷൻ. ഓക്കെ, അടുത്ത മെത്തേഡിന്റെ പേര് നോക്കിയേ, അഡ്വെക്ഷൻ. അടുത്ത മെത്തേഡ് നോക്കിയേ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. 4 മെത്തേഡുകൾ മനസ്സിലായോ? ഒന്നാമത്തെ പേര് കണ്ടക്ഷൻ ആണ്, അല്ലെങ്കിൽ താപചാലനം എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, അടുത്ത കൺവെക്ഷൻ ആണ്, അതായത് അഭിവഹനാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് സംവഹനാണെന്ന് മനസ്സിലാക്കി വെക്കുക. സംവഹനാണ് ഇത്. സംവഹനം. എന്താണ്? സംവഹനം എന്ന് പറയാം. ഓക്കെ, ഇതിനെന്ത് പറയാം? താപചാലനം എന്ന് പറയാം. ഇതിനെന്ത് പറയടാ? ഇതിനെ പറയാവുന്ന പേരാണ് അഭിവഹനം. ചിത്രമൊക്കെ ഒന്ന് മനസ്സിലേക്ക് കയറ്റിക്കൊള്ളണേ. ഒരു പക്ഷേ ചിത്രം വെച്ചുകൊണ്ട് എന്താണെന്ന് ചോദിക്കാം. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഭിവഹനം. ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലേ? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഭൗമ വികിരണം. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഭൗമ വികിരണമാണ്. ഓക്കെ, ഇത്രയും മെത്തേഡുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എന്താന്നുള്ളത് പരിചയപ്പെട്ടാലോ? നോക്കിയേ, സിമ്പിൾ ആണ്. നോക്കൂ, ഇതാ ആദ്യം നമുക്ക് കണ്ടക്ഷൻ എന്താന്ന് പരിചയപ്പെടാം, അല്ലെങ്കിൽ താപചാലനം എന്താന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ നോക്കുന്നു. ഇതാ എന്താ താപചാലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാമല്ലോ. ആ പിക്ചറിൻ്റെ അത് നിങ്ങൾക്ക് കാണാം, മുകളിലേക്ക് സൂര്യൻ്റെ മുകളിലേക്ക് ഊർജ്ജം ഇങ്ങനെ പ്രവഹിക്കുന്ന രീതിയിൽ ഇതൊക്കെ കാണാമല്ലോ. ഓക്കെ, അത് ഭൂമി ഒരു ഖരപദാർത്ഥം അല്ലേ? ഓക്കെ, സോളിഡ് അല്ലേ ഭൂമി? അപ്പോൾ ഭൂമി ഒരു സോളിഡ് ആയതുകൊണ്ട് തന്നെ ഭൂമിയോട് ചേർന്ന ഭാഗം എന്ത് ചെയ്യാം? ഭൂമിക്ക് ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഭാഗം എന്ത് ചെയ്യാം? ചൂട് പിടിക്കാം. ഓക്കെ, ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്റ്റ്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫേസ് ഓഫ് ദ എർത്ത്. ഓക്കെ, അതായത് ഭൂമിയോട് ചേർന്ന ഭാഗം എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നു. കാര്യം എന്താ? കാര്യം എന്ന് പറയുന്നത് ഭൂമി ഒരു ഖരപദാർത്ഥമായതുകൊണ്ട്, സോളിഡ് ആയതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗം ചൂട് പിടിക്കുന്നത്. കിട്ടിയല്ലോ? അപ്പം നമുക്കതിൻ്റെ മലയാളം എന്താണെന്ന് നോക്കാം. ഇതാ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്ന ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണെന്ത്? താപചാലനം. കിട്ടിയല്ലോ? ഓക്കെ, ആ രീതിയിലാണ് താപചാലനം മനസ്സിലാക്കി വെക്കേണ്ടത്. ഭൂമിയോട് ചേർന്ന ഭാഗത്ത് ചൂട് പിടിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണെന്ത്? താപചാലനം. കിട്ടിയല്ലോ? ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങളെ നോട്ടിലേക്ക് ഒന്ന് എഴുതി വെച്ചോളണം. അപ്പൊ താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, ആ രീതിയിൽ ഭൂമിയോട് ചേർന്ന ഭാഗം അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രക്രിയ എന്ന് വിളിക്കുന്ന പേരാണെന്ത്? താപചാലനം. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം ഇതാ. അടുത്ത പോയിന്റ് ഇതാണ്, ഭൗമ വികിരണം എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിന് റേഡിയേഷൻ എന്ന് പറയാം. ഓക്കെ, ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ മാത്രം പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണോ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ? നോക്കിയോ, എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ആഫ്റ്റർ ദ എർത്ത് സർഫേസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്. ഭൂമി ചൂട് പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ചൂട് ഇങ്ങനെ തിരിച്ചു പോവുകയാണല്ലേ? ഓക്കെ, ആ ചൂട് തിരിച്ചു പോകുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം മലയാളത്തിൽ എന്താ പറയാം? ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്ന ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭൗമവികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ പോയിന്റ് അല്ലേ? ഓക്കെ, ഓർത്ത് വെച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യുന്ന ഊർജം തിരിച്ചു പോകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൗമവികിരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത കാര്യം നോക്കിയേ, അഡ്വെക്ഷൻ ആണ് അടുത്ത പ്രവർത്തനം. മലയാളം എന്താണോ? അഭിവഹനം. എന്താണ്? അഭിവഹനം എന്നാണ് ഇതിന്റെ പേര് കേട്ടോ, അഭിവഹനം. അപ്പൊ അഭിവഹനം എന്താണെന്ന് പരിചയപ്പെടാം. അഭിവഹനം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്.
നിങ്ങൾക്ക് ഇവിടെ കാണാതാണ്ടോ, കാറ്റിങ്ങനെ സഞ്ചരിക്കുകയാണല്ലേ. കാറ്റിങ്ങനെ സഞ്ചരിക്കുന്നത് എന്ത് പ്രവർത്തനം മൂലം? കാറ്റിന്റെ പ്രവർത്തനം മൂലം കേട്ടോ. അതായത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുകയാണ്. ആ രീതിയിൽ തിരശ്ചീന തലത്തിൽ ഹൊറിസോണ്ടലി ആ കാറ്റ് പ്രകാരം സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേര്, ചൂട് അങ്ങനെ പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അഡ്വെക്ഷൻ. താപം ആ രീതിയിൽ സഞ്ചരിക്കുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വെക്ഷൻ എന്ന രീതിയിൽ. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ് എന്ന രീതിയിലാണ് ഏത് മനസ്സിലാക്കി വെക്കേണ്ടത്? അഡ്വെക്ഷനെ മനസ്സിലാക്കേണ്ടത്. കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വെക്ഷൻ വിട്ടുപോകരുത്, അല്ലെങ്കിൽ അഡ്വോവനം വിട്ടുപോകരുത്, കാറ്റിന്റെ പ്രവർത്തനം മൂലമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത പോയിന്റ് എന്താണ്? സംവഹനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ ഇങ്ങനെ വരച്ച് വരച്ച് പോയിട്ട് കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയ. ഓക്കെ, അതായത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫേസ് ഓഫ് ദ എർത്ത്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം 4 പ്രക്രിയകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കിയല്ലോ. അതായത് താപചാലനം, അതേപോലെ തന്നെ ഭൗമവികിരണം, അഭിവഹനം, അതേപോലെ തന്നെ സംവഹനം. മലയാളത്തിൽ അങ്ങനെ പറയാം, ഇംഗ്ലീഷിലാണെങ്കിൽ കണ്ടക്ഷൻ, അതേപോലെ തന്നെ റേഡിയേഷൻ, അതേപോലെ തന്നെ അഡ്വെക്ഷൻ, അതേപോലെ തന്നെ ഓക്കെ, ആ 4 പോയിന്റുകൾ ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, നിങ്ങളുടെ പരീക്ഷയിൽ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാം. കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, അന്തരീക്ഷ താപ വിതരണത്തിനുള്ള വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റൂലേ മക്കളെ? ഓക്കെ, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക? ഇത് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഫോർ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അതെങ്ങനെയൊക്കെയാണെന്നുള്ള ചോദ്യം വന്നാൽ നിർബന്ധമായിട്ട് എഴുതിക്കൊള്ളുക. ഓരോ പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. അതായത് താപനില വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എപ്പോഴും നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ വിട്ടുപോകാതെ ഒരു 6 പോയിന്റ് അങ്ങ് നിങ്ങളെ മനസ്സിലേക്ക് അങ്ങ് പതിപ്പിച്ചുകൂടാ. അങ്ങനെയാണെങ്കിൽ ആ മാർക്ക് ഒരിക്കലും മിസ്സാവില്ല. ഓക്കെ, എന്തൊക്കെയാ 6 പോയിന്റുകൾ? ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ആദ്യം ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ പോയിന്റ് ലാറ്റിറ്റ്യൂഡ് ആണ്. എന്താണ് പോയിന്റ്? ലാറ്റിറ്റ്യൂഡ്. രണ്ടാമത്തെ എന്താ? ആൾട്ടിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്. അടുത്തായിട്ട് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. അടുത്ത പോയിന്റ് എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ സീ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഓഷ്യൻ കറൻസ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് റിലീഫ് ആണ്. മലയാളത്തിലേക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ പോയിന്റ് അക്ഷാംശീയ സ്ഥാനം, രണ്ടാമത്തെ പോയിന്റ് ഉയരാണ്, മൂന്നാമത്തെ പോയിന്റ് കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നതാണ്. കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നതാണ്. ഓക്കെ, അടുത്ത പോയിന്റ് സമുദ്രത്തിൽ നിന്നുള്ള അകലാണ്. അടുത്ത പോയിന്റ് സമുദ്രജല പ്രവാഹങ്ങളാണ്. അടുത്ത പോയിന്റ് ഭൂപ്രകൃതിയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു 6 പോയിന്റുകളാണ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള മാർക്ക് നിങ്ങൾക്ക് മിസ്സാവില്ല. അതേപോലെ തന്നെ ഇത് കുറച്ച് SC ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനം അല്ലേ. അപ്പോൾ ഇവിടെ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട കാര്യം എന്താ? നമ്മുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ നല്ല ചൂടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇത് സൂര്യപ്രകാശം ലംബമായിട്ട് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന പ്രദേശം കേട്ടോ, ആ ഭൂമധ്യരേഖാ പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നുള്ള പ്രദേശവും അതേപോലെ തന്നെ ധ്രുവങ്ങളിലും തമ്മിലുള്ള ആ താപനിലയിലെ വ്യതിയാനം എന്തായിരിക്കും? അതായത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളാണെങ്കിൽ നല്ല ചൂട് ലഭിക്കും. സൂര്യപ്രകാശം ചരിഞ്ഞ് പതിക്കുന്ന പോൾസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തണുത്ത പ്രദേശങ്ങളായിരിക്കും. ഓക്കെ, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ, നല്ല തണുത്ത പ്രദേശമല്ലേ. ഓക്കെ, ആ രീതിയിലൊക്കെ മാറാൻ കാരണം എന്ത് തന്നെയാണ്? സൂര്യപ്രകാശം കുത്തനെ പതിക്കുന്നത് വെർട്ടിക്കലായിട്ടും അതേപോലെ തന്നെ അത് കുറച്ചൊന്ന് ചരിഞ്ഞിട്ടും ആ രീതിയിലൊക്കെ പതിക്കുന്നതുകൊണ്ടാണ് ആ രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. സിമ്പിളല്ല കാര്യങ്ങൾ. ഓക്കെ, ആ രീതിയിലൊന്ന് കാര്യം മനസ്സിലാക്കി വെച്ചുകൊള്ളാം. സിമ്പിളാണ്, പുറത്ത് വെച്ചുകൊള്ളാം. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഭൂമിയിൽ കുറച്ച് മേഖലകളൊക്കെ ഉണ്ട്. ഓക്കെ, ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ചൂട് ഒരു മിതമായിട്ട് കിട്ടുന്ന സ്ഥലം, അതേപോലെ തന്നെ ഏറ്റവും തണുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനെ 3 പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ 23 ഹാഫ് നോർത്തിനും 23 ഹാഫ് സൗത്തിനും ഇടയിൽ
23 ഡിഗ്രി വടക്കിനും 23 ഡിഗ്രി തെക്കിനും ഇടയിലുള്ള പ്രദേശം. ഓക്കെ, ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുക ആ ടൊറീഡ് സോൺ എന്ന രീതിയിലുള്ള സോൺ കാണാൻ പറ്റും. ഓക്കെ, ടൊറീഡ് സോൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ അതിന്റെ പേര് ഉഷ്ണമേഖല എന്നാണ് കേട്ടോ. ഉഷ്ണമേഖല എന്നാണ് ടൊറീഡ് സോണിന്റെ മലയാളം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കുക, അതിന്റെ മുകളിലോട്ട് 23.5 മുതൽ 66.5 ഡിഗ്രി വരെ. ഓക്കെ, രണ്ട് അർദ്ധഗോളത്തിലുണ്ട്, രണ്ട് ഹെമിസ്ഫിയറിലും ആ രീതിയിൽ തന്നെ 23.5 മുതൽ 66.5 വരെയുള്ള പ്രദേശം. ഓക്കെ, ആ ഭാഗത്ത് എന്താണ് ഒരു രണ്ടുകൂടി കലർന്നിട്ടാണ്, അധികം തണുപ്പും അല്ല അധികം ചൂടും അല്ല, അങ്ങനത്തെയുള്ള മേഖലനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേറ്റ് സോൺ. എന്താണ് ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് മിതോഷ്ണ മേഖല. എന്താണ് പേര്? മിതോഷ്ണ മേഖല എന്ന് വിളിക്കാം. മിതോഷ്ണ മേഖല. ഓക്കെ, അപ്പൊ ടൊറീഡ് സോൺ എന്ന് പറയുന്നത് സെൻട്രൽ ഭാഗത്താണ്, അതിന് ഉഷ്ണമേഖല എന്ന് വിളിക്കാം. പക്ഷേ മിതോഷ്ണ മേഖല എന്ന് പറയുമ്പോൾ അത് ടെമ്പറേറ്റ് സോൺ ആണ്. അവിടെ മനസ്സിലാക്കി വെക്കുക, രണ്ട് അർദ്ധഗോളത്തിലും രണ്ട് ഹെമിസ്ഫിയറിലും ആ രീതിയിൽ രണ്ട് സോണുകൾ ഉണ്ടല്ലോ. ഇവിടെ കാണാം നോർത്ത് ടെമ്പറേറ്റ് സോൺ അല്ലെങ്കിൽ ഉത്തര മിതോഷ്ണ മേഖല. ഓക്കെ, അതേപോലെ തന്നെ താഴ് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ആ രീതിയിലുള്ള മേഖലയാണ് സൗത്ത് ടെമ്പറേറ്റ് സോൺ. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കുക ദക്ഷിണ മിതോഷ്ണ മേഖല. അങ്ങനെ രണ്ട് മേഖലകളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഉത്തരാർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് നോർത്ത് ടെമ്പറേറ്റ് സോണ്. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിലോ സൗത്ത് ടെമ്പറേറ്റ് സോണ്. ഓക്കെ, അതേപോലെ തന്നെ മലയാളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തര മിതോഷ്ണ മേഖല, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ദക്ഷിണ മിതോഷ്ണ മേഖല. ഇങ്ങനെയാണ് ആ മിതോഷ്ണ മേഖലയുടെ പേരുകൾ കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളണം. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് അടുത്ത മേഖലയാണ്, അതിനെ വിളിക്കുന്ന പേര് ഫ്രിഡ്ജിഡ് സോണാണ്. നോർത്തിലും സൗത്തിലും ആ ഫ്രിഡ്ജിഡ് സോൺസ് വരുന്നുണ്ട്. ഓക്കെ, നോർത്തിലും സൗത്തിലും ഫ്രിഡ്ജിഡ് സോൺസ് വരുന്നുണ്ട്. അപ്പം കിട്ടേണ്ട കാര്യം ഇതാണ്, നോർത്ത് ഫ്രിഡ്ജിഡ് സോണ്, സൗത്ത് ഫ്രിഡ്ജിഡ് സോണ്. അല്ലെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ആ മേഖലയെ നമുക്ക് ഇങ്ങനെ വിളിക്കാടോ, അതാണ് ശൈത്യ മേഖല. എന്താ വിളിക്കുക? ശൈത്യ മേഖല എന്ന രീതിയിൽ വിളിക്കാം. ഓക്കെ, കിട്ടിയില്ല? ഇതാണ് പ്രധാനപ്പെട്ട ആ രീതിയിൽ താപം വ്യത്യാസപ്പെടുന്ന മേഖല എന്ന് കിട്ടിക്കോളണേ. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്തോളാം, ആ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയാണ് നമ്മൾ. ഈ മേഖലയെ കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നുകിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ താപനില എങ്ങനെ അനുഭവപ്പെടുന്ന മേഖല ഏതൊക്കെ എന്ന രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ അതാണ് നമ്മൾ എന്തിനു മനസ്സിലാക്കി വെക്കേണ്ടത്, അക്ഷാംശീയ സ്ഥാനത്തിന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞു, അടുത്തായിട്ട് ആൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെങ്കിൽ ഉയരാണ്. ഓക്കെ, ഉയരം മനസ്സിലാക്കി വെക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൺ വേർഡ് ചോദ്യം വരാം. വൺ വേർഡ് ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഉയരം ഓരോ കിലോമീറ്റർ നമ്മൾ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത്, ഒരു കിലോമീറ്റർ നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന താപനിലയിലെ വ്യതിയാനം എന്ന് പറയുന്നത് അത് 6.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 6.4 ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ഓരോ കിലോമീറ്റർ ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് 6.4 ഡിഗ്രി സെൽഷ്യസിലെ താപനില വ്യത്യാസപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഫാക്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ, കിട്ടുമല്ലോ. പിന്നെ അടുത്ത കാര്യം നോക്കിയാൽ നിങ്ങൾ സമുദ്രത്തിൽ നിന്നുള്ള അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സീ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, സമുദ്രത്തിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ചില സ്ഥലങ്ങളിൽ കാറ്റൊന്നും അടിക്കാത്ത മേഖല ഉണ്ടാകും. കടലിന്റെ അടുത്താണെങ്കിൽ കാറ്റൊക്കെ അടിക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ താപനിലയിൽ വ്യത്യാസപ്പെടാം എന്ന രീതിയിലാണ് ആ കാര്യം മനസ്സിലാക്കി വെക്കുന്നത്. പിന്നെ സമുദ്രജല പ്രവാഹങ്ങളാണ്. സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉഷ്ണജല പ്രവാഹം, ശീതജല പ്രവാഹങ്ങളുണ്ട്. ഓക്കെ, അതായത് വാം കറൻസും ഉണ്ട്, അതേപോലെ തന്നെ കോൾഡ് കറൻസും ഉണ്ട് അല്ലെ. അപ്പൊ വാം കറണ്ടും കോൾഡ് കറണ്ടും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, ആ വാം കറണ്ട് ഉള്ള സ്ഥലത്ത്, ഉഷ്ണജല പ്രവാഹമുള്ള സ്ഥലത്ത് നല്ല ചൂടായിരിക്കും. ഓക്കെ, ശീതജല പ്രവാഹം അല്ലെങ്കിൽ കോൾഡ് കറണ്ട്സ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടും. ഓക്കെ, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ചൂട് പിടിക്കുന്നത് വ്യത്യാസപ്പെടാം. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹിമാലയത്തിന്റെ മുകളിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഹിമാലയത്തിന്റെ മുകളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല ചൂടാണ്, നല്ല തണുപ്പല്ലേ, ചൂടാണോ? ഓക്കെ, അല്ലല്ലോ. അപ്പൊ അതിന്റെ കാരണം എന്ത് തന്നെയാണ്, ആ രീതിയിൽ ഭൂപ്രകൃതി വ്യത്യാസപ്പെടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, താപനിലയിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. കാര്യം കിട്ടിയില്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു പോകേണ്ടത്. അടുത്തായിട്ട് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ കാറ്റ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കാണ്ട് നമുക്ക്. ഓക്കെ, ആ കാറ്റ് എന്ന ടോപ്പിക്കിൽ ഏറ്റവും ബേസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അന്തരീക്ഷ മർദ്ദം എന്നുള്ളൊരു പോയിന്റ്. ഓക്കെ, അത് എന്താന്നുള്ള രീതിയിൽ ചോദ്യം വരാം. ഓക്കെ, ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നുള്ളത് പരിചയപ്പെടുന്നു. ദ വെയിറ്റ് എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ ഓവർ ദ എർത്ത് സർഫേസ്
ഈസ് ടേംഡ് ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് മലയാളത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ ഭൂമിയിലേക്ക് ഒരു ഭാരം ഇങ്ങനെ ചെലുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഭാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കേണ്ടത്. ദ വെയിറ്റ് എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ. ഓക്കെ, എയർ ആണ് ചെലുത്തുന്നത് അല്ലെ, ആ രീതിയിലുള്ള ആ ഭാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെച്ചുകൊണ്ട് അന്തരീക്ഷ മർദ്ദം എന്താണെന്നുള്ള കാര്യമാണ് ഞാനിവിടെ പരിചയപ്പെട്ടു പോയിട്ടുള്ളത്. ഓക്കെ, കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏത്? അന്തരീക്ഷ മർദ്ദം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഇതാണ്, അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം 3 പോയിന്റുകളാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. 3 പോയിന്റുകൾ: ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ഏതൊക്കെയാ? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ഓക്കെ, മലയാളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഉയരം, താപം, അതേപോലെ തന്നെ ആർദ്രത. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് 3 പോയിന്റുകൾ: സമുദ്രത്തിൽ നിന്നുമുള്ള ഉയരം, അന്തരീക്ഷ താപനില, അന്തരീക്ഷ വായുവിലെ ജലാംശം. ഈ അന്തരീക്ഷ വായുവിലെ ജലാംശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോ? ആർദ്രത. ഓക്കെ, അപ്പൊ ആർദ്രത, അതേപോലെ തന്നെ താപനില, അതേപോലെ തന്നെ ഉയരം, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള കാര്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെ 3 ഘടകങ്ങൾ? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അല്ലെങ്കിൽ ഉയരം, താപം, ആർദ്രത. ഈ 3 ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കിട്ടിയല്ലോ? ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ പോയിന്റ് എടുത്തിങ്ങനെ എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ആ രീതിയിൽ തന്നെ അറ്റ്മോസ്ഫിയർ പ്രഷർ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നോക്കാം. ഓക്കെ, അതായത് മനസ്സിലാക്കി വെക്കാം, ദ റൈസിംഗ് എയർ ഗ്രാജുവലി കൂൾസ്, കോൺട്രാക്ട്സ് ആൻഡ് സബ്സിഡ്സ് ടു form high pressure region. Okay, as the density of atmospheric gases decreases with increase in altitude, atmospheric pressure gradually decrease. Okay, മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലേക്ക് പോവാണ്, മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, ആ മുകളിലോട്ട് പോകുന്ന സമയത്ത് അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത, ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ സാന്ദ്രത കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ, അന്തരീക്ഷ മർദ്ദം, അത് കൂടുന്നതിനും കുറയുന്നതിനുള്ള സാഹചര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ കൂടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഉയരം കൂടുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആൾട്ടിറ്റ്യൂഡ് കുറയുന്നത് എന്ത് ചെയ്യുന്നത്? എന്തിന് കാരണമാകുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. നേരെ തിരിച്ചെന്ത് മനസ്സിലാക്കി വെക്കാം? ഉയരം കൂടുകയാണ്, ആ സമയത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, ഇതവിടെ കാണാമല്ലോ നിങ്ങൾക്ക്. ഉയരം കാണുന്നില്ല അല്ലെ? നോക്കിക്കോ, ഉയരം കൂടുകയാണ്. ആ സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, കിട്ടിയ മക്കളെ? സിമ്പിൾ അല്ലേ കാര്യം? ഉയരം കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു, ഉയരം കുറയുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുന്നു. ഈ 2 ഫാക്ടറികൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ നേരെ ഇൻവേഴ്സിന്റെ പ്രൊപ്പോർഷനിലാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുണ്ട്, വിപരീത അനുപാതം എന്ന് പറയാം അല്ല. ഓക്കെ, ആ രീതിയിലാണ് ആ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയോ? പിന്നെ അടുത്ത കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ദ വെർട്ടിക്കൽ വേരിയേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ റേറ്റ് അബൌട്ട് 1 millibar per 10 meter. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക? ഓരോ 10 മീറ്ററിനും ഏകദേശം 1 millibar എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. നമ്മളൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെയുള്ള അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്, ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ് നമ്മൾ, കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്? 1 millibar ഒരു 10 മീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓരോ 10 മീറ്റർ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്? 1 millibar വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ഒരു 1 word ചോദ്യം എന്ന രീതിയിൽ തരാട്ടോ. ഓക്കെ, അപ്പോൾ എന്താ റേഷ്യോ അതിൻ്റെ അകത്ത്? 10 മീറ്റർ ഈസ് 1 millibar എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയല്ലോ? ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആൾട്ടിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം
ആൾട്ടിറ്റ്യൂഡ് പോലെ തന്നെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉയരവും താപനിലയും ജലാംശമായിട്ടൊക്കെ എല്ലാം ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 3 ഘടകങ്ങളും അന്തരീക്ഷ മർദ്ദവുമായിട്ട് വിപരീത അനുപാതത്തിലാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ വിപരീത അനുപാതമാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്ന് കൂടുന്നതിനനുസരിച്ച് ഒന്ന് കുറയുന്ന അനുപാതത്തിലുണ്ടാവുക. അപ്പോൾ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷ മർദ്ദം വ്യത്യാസപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണോ മക്കളെ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്കുള്ള ടോപ്പിക്കിൽ നമ്മൾ കാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പരിശോധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും നിങ്ങൾ എടുത്തെടുത്ത് വായിച്ചു നോക്കിക്കൂടാ. അതേപോലെ തന്നെ കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി സൂക്ഷിച്ചുകൂടാ. നമ്മൾ അടുത്ത ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.